തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ വൻ തീപിടുത്തം. രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിംഗിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നത് 500ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. തീ പൂർണ്ണമായും കെടുത്തി. അതേസമയം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി കെ രാജൻ. അടിയന്തര അന്വേഷണത്തിന് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഡിവിഷണൽ റെയിൽവേ മാനേജർ അന്വേഷണം വേണം. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, 500ഓളം ബൈക്കുകളാണ് കത്തിനശിച്ചത്. ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ഒപ്പം ഏത് തരത്തിലാണ് അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്? അന്വേഷണവും എങ്ങനെ പുരോഗമിക്കുന്നു? KP ഇന്ന് രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഒരു വാഹനത്തിൽ തീപടരുന്നത് കാണുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ വിവരം അഗ്നിരക്ഷാ സേനയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വളരെ വേഗത്തിൽ ഈ തീ പടർന്ന് പന്തലിക്കുകയായിരുന്നു. നമുക്കറിയാൻ സാധിക്കുന്നത്, അതായത് ഈ ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ 100 കണക്കിന് വാഹനങ്ങളുണ്ടായിരുന്നു. ഏകദേശം 600ഓളം വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്തിരുന്ന കേന്ദ്രത്തിലാണ് ഈ ഒരു തീ പടർന്ന് അതിവേഗത്തിൽ തീ കയറി പടർന്ന് പിടിക്കുകയായിരുന്നു. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് ആദ്യം തീ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഈ വാഹനങ്ങളിലുള്ള തീ വളരെ വേഗത്തിൽ പടർന്ന് ഇതിനുള്ളിലേക്ക് പതിക്കുകയായിരുന്നു. ഏകദേശം 600ഓളം വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്തിരുന്നതിനാൽ തന്നെ നമുക്കറിയാവുന്ന പോലെ പെട്രോളാണ്. അത് എത്ര രീതിയിൽ ഏത് ഗ്രാവിറ്റിയിൽ അത് പൊട്ടിത്തെറിക്കുമല്ലേ, അത് തീ പടർത്തുന്ന ഒരു വസ്തുവാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ തീ പടർന്ന് ഈ പാർക്കിംഗ് കേന്ദ്രത്തിന് ഉള്ളിലേക്ക് കയറുകയായിരുന്നു. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ തുടക്ക ഭാഗത്തായിരുന്നെങ്കിൽ പിന്നീട് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തകര ഷീറ്റ് പഴുത്ത് നിലം പതിക്കുകയായിരുന്നു. ഇത് പൂർണ്ണമായിട്ടും പഴുത്തതിനാൽ ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് അമർന്നിരിക്കുകയും തുടർന്ന് പൂർണ്ണമായിട്ടും ഈ തീ കത്തി പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ വാഹനം പാർക്ക് ചെയ്തിരുന്ന പ്രദേശത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്നും ഒരേ സമയം വെള്ളം പമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ തീ പടർന്നതിന്റെ തൊട്ട് പിൻഭാഗത്തായിട്ട് വലിയൊരു മരമുണ്ട്, ഒരു തണൽ മരമുണ്ട്. ആ തണൽ മരം പോലും നിന്ന് കത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, എങ്ങനെ ഈ ഒരു തീപിടുത്തം ഉണ്ടായി എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഇത്രയും സുരക്ഷാ പ്രശ്നങ്ങളുള്ള സ്ഥലം, അതുപോലെ തന്നെ ഈ നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ, അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു തീപിടുത്തം, പൊടുന്നനെ ഒരു തീപിടുത്തം ഉണ്ടാവുന്നത് അതിന് ഒരുപാട് സംശയങ്ങൾ തോന്നുന്ന കാര്യങ്ങളാണ്, സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യമാണ്. നിരവധി ഏറെ കാലങ്ങളായിട്ട് ഇവിടെ വാഹനങ്ങൾ സമാന നിലയിൽ തന്നെ പാർക്ക് ചെയ്തിരുന്ന ഒരു പ്രദേശത്ത് പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു തീപിടുത്തം അത് ചില സംശയങ്ങൾ ഉയർത്തുന്നു എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോട് അടിയന്തര റിപ്പോർട്ട് ഇത് പരിശോധിച്ചിട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഡിവിഷണൽ മാനേജർ തലത്തിലുള്ള ഒരു അന്വേഷണം ഈ ഒരു തീപിടുത്തമായി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സ്കൂൾ കലോത്സവമൊക്കെ വരാനിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്ന വേളയിലുണ്ടായ തീപിടുത്തം അതീവ ഗൗരവത്തോടെ കാണണമെന്ന് തന്നെയാണ് BJPയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥലത്ത് BJPയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കം, പൂങ്കുന്നം കൗൺസിലർ അടക്കം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ ഈ തീപിടുത്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഇവിടെ വരികയും ഈ സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാണ് ഇത്തരത്തിലൊരു തീപിടുത്തം പൊടുന്നനെ ഉണ്ടാവാൻ കാരണം? ഇപ്പം റവന്യൂ മന്ത്രി അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് അടിയന്തര റിപ്പോർട്ടാണ്. ഈ ഒരു അട്ടിമറി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും റെയിൽവേ ഉദ്യോഗസ്ഥരും റെയിൽവേ പോലീസും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 100ന് മുകളിൽ ബൈക്കുകൾ കത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി അധികം വൈകാതെ തന്നെ പുറത്തു വരും. കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് ആവശ്യമാണ്. തൃശ്ശൂരിൽ വലിയ പുരോഗതിയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇനി വരാൻ പോകുന്ന മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്നത്. പുതിയ റെയിൽവേ സ്റ്റേഷൻ, വലിയ വികസനമാണ് തൃശ്ശൂർ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും, വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും. ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പോലീസിൻ്റെ അന്വേഷണം റിപ്പോർട്ട് ഉടനെ തന്നെ ലഭിക്കും. അതനുസരിച്ചിട്ടുള്ള മറ്റു അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പൂങ്കുന്നം കൗൺസിലർ കൂടെ ചേരുകയാണ്. ഇവിടെ റെയിൽവേ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന്, അതായത് തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളുടെ പോലും വാഹനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടായതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറിയോ അങ്ങനെ എന്തെങ്കിലും സൂചനകളോ?
അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ഇപ്പോൾ വരുന്നൊരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ വരുന്ന വലിയൊരു കലോത്സവം വരികയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചെറിയൊരു സംഭവമല്ല, ഇത് വലിയൊരു സംഭവമാണ്. ഇത് ചിലപ്പോൾ അട്ടിമറിക്കുള്ള ഒരു സാമ്പിൾ ചെയ്താണോ അവർക്ക് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി റെയിൽവേ പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ചേർന്ന് ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ നമ്മുടെ ആരാധന MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ നേരത്തെ കോർപ്പറേഷൻ്റെ ആളുകളും അധികാരികളൊക്കെ പറഞ്ഞു സുരക്ഷാ ഓഡിറ്റ് പറഞ്ഞു. ഈ സുരക്ഷാ ഓഡിറ്റ് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല നോക്കേണ്ടത്, കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താനുള്ളൊരു സമിതി ഉണ്ടായി. അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും BJP ആവശ്യപ്പെടുന്ന ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. അതായത് മുൻഭാഗത്ത് എങ്ങനെയാണോ തകർന്നു കിടക്കുന്നത് അതിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെയാണ് ഈ ഷെഡിൻ്റെ, ഈ വാഹനം പാർക്ക് ചെയ്യുന്ന ഷെഡിൻ്റെ പൂർണ്ണമായിട്ടും നിലത്തിരുന്നതിലേക്ക്, അതായത് തുടക്ക ഭാഗം തൊട്ട് അതിൻ്റെ ഏറ്റവും അങ്ങ് അറ്റം വരെ ഒരേ നിലയിൽ താഴേക്ക് നിലംപതിച്ചിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഏത് വിധത്തിലാണ് ഈ ഒരു തീ പടർന്നിട്ടുള്ളത്, അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ 600 വാഹനങ്ങളാണ് ഇതിൽ പാർക്ക് ചെയ്തിരുന്നത്. അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അവർ പറയുന്നത് 500-ലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ അഗ്നിക്കിരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ വേറൊരു പ്രധാന കാര്യം, ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്, പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങാനായിട്ട് ഇരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി അടിയന്തരമായിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി അടക്കമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം വേണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ്. KP, തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തമുണ്ടായത്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.